Hello students, welcome to another class of engineering thermodynamics. Today we are going to discuss about the fifth module topics. Okay, so first one is mass fraction. നമ്മളെല്ലാം പഠിച്ചതായിരിക്കും പണ്ടല്ലേ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് എ ഇൻഡിവിജ്വൽ ഗ്യാസ് ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ. അതായത് എന്താണ്, നമുക്കിപ്പോൾ രണ്ട് അല്ലേ അല്ലേ ഇവിടെ എന്താണ്, ഗ്യാസ് എ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഗ്യാസ് ബി ആണ്. ഓക്കെ, ഇവിടെ നമ്മളെന്താ രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യാണ്, എ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാസിന് എന്താണ്, ആ പർട്ടിക്കുലർ പ്രഷർ ഉണ്ടാവും അല്ലേ, പ്രഷർ ഉണ്ടാവും, അത് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം ഉണ്ടാവും, നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എൻ അല്ലേ. അങ്ങനെ എന്താണ്, എൻതാൽപ്പി ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ എന്താ കുറേ പ്രോപ്പർട്ടീസ് ഓരോന്നിനുണ്ടാവും. അപ്പം ഈ മാസ് ഫ്രാക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോ ദ റേഷ്യോ ഓഫ് ദി മാസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ. അതായത് അതെ, നമ്മളിത് മിക്സ് ചെയ്തപ്പോൾ ഇവിടെ എന്താ, ഇവിടെ മാസ് ഓഫ് എ ഉണ്ടല്ലേ. സോ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാസ് ഓഫ് എ ടു ദി ടോട്ടൽ മാസ്. ഇപ്പോൾ രണ്ട് ഗ്യാസ് ആണെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദി മിക്സ്ചർ. അതാണ് നമ്മളിവിടെ ചെയ്തത്. മാസ് ഫ്രാക്ഷൻ ഈക്വൽ ടു എം എ ഡിവൈഡ് ബൈ എം എ പ്ലസ് എം ബി. ഓക്കെ, ഇതാണ് നമ്മൾ പ്രോബ്ലത്തിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് മോൾ ഫ്രാക്ഷൻ. സോ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി മോൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ് ടു ദി ടോട്ടൽ മോൾസ് ഇൻ ദി മിക്സ്ചർ അല്ലേ. നമുക്കിപ്പോൾ ഇതെന്താണ്, ഗ്യാസ് എയിൽ ഇത്ര മോൾസ് ഉണ്ടെങ്കിൽ അല്ലേ, അതും പ്ലസ് വിത്ത് എന്താണ് എ ബി കമ്പൈൻ ചെയ്തിട്ട് എത്ര മോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്യാസ് എ കണ്ടെയ്ൻ 1 മോൾ ആണെങ്കിൽ ആൻഡ് ബി കണ്ടെയ്ൻ 4 മോൾസ്. ഓക്കെ, 4 മോൾസ് ഓഫ് സംതിങ്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ മോൾ വിൽ ബി 5 അല്ലേ. സോ അപ്പം എൻ എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 അല്ലേ, 1 ഡിവൈഡ് ബൈ 5. ഇതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു Dalton law of partial pressure. Okay, so Dalton law of partial pressure means the total pressure of a mixture of gases is equal to the sum of the partial pressure of individual gases അല്ലേ. ഇത് ഇവിടെ എടുത്തത് തന്നെ ഈ സെയിം മാസിൻ്റെ കേസ് തന്നെ. ഇവിടെ എന്താ, ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രഷർ ഉണ്ട് അല്ലേ, ഇവിടെ എന്താണ്, ബിക്ക് ഒരു പ്രഷർ ഉണ്ട്. ഓക്കെ, ആ പ്രഷർ എന്ന് വെച്ചാൽ എന്താ, ഇപ്പം നമ്മൾ ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ എന്താണ്, അതിൻ്റെ മൊബിലിറ്റിയിലും കാരണം എന്താണ്, ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറാണ് അല്ലേ എയിലും ബിയിലും. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, എയിലും ബിക്കും അല്ലേ ഒരു പർട്ടിക്കുലർ ഗ്യാസിന് എന്താണ് ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ, മറ്റേ എ ബി പി എ പ്ലസ് പി ബി ഉണ്ടാവും അല്ലേ. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഗ്യാസസ് അല്ലേ. അവിടെ ഉണ്ടാകുന്ന ഇപ്പോൾ പി എ പി ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗ്യാസസ് അല്ലെങ്കിൽ രണ്ട് ഗ്യാസിന് നമ്മൾ കൺസിഡർ ചെയ്ത കറസ്പോണ്ടിങ് പ്രഷർ പി എ പി ബി ആണെങ്കിൽ ദ പ്രഷർ ഓഫ് ദ ടോട്ടൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പി എ പ്ലസ് പി ബി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ പാർഷ്യൽ പ്രഷർ എന്താണെന്ന് നമുക്കൊന്ന് പറയാം. ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ദ പാർഷ്യൽ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ഇഫ് ദ കണ്ടെയ്നർ ഫിൽഡ് വിത്ത് മോർ ദാൻ 1 ഗ്യാസസ് അല്ലേ. എ ബി എന്ന് പറഞ്ഞ രണ്ട് ഗ്യാസ് ഉണ്ടെങ്കിൽ ഈച്ച് ഗ്യാസ് എക്സേർട്ട് പ്രഷർ അല്ലേ. ദ പ്രഷർ ഓഫ് എനി 1 ഗ്യാസ് വിത്തിൻ ദി കണ്ടെയ്നർ ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ അല്ലേ. ഒരു ഗ്യാസിൻ്റെ പ്രഷർ അല്ലേ. അങ്ങനെ എന്താണ്, ഇൻഡിവിജ്വലി 2 3 4 അങ്ങനെ 4-5 ഗ്യാസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രഷർ കിട്ടണമെങ്കിൽ നമുക്ക് എന്താ, വി ക്യാൻ ആഡ് ദ പ്രഷർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഗ്യാസസ്. ഓക്കെ, അതാണ് ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്, പി ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, ഗിബ്സ് ഡാൽട്ടൺ ലോ ആണ്. ഈ ഗിബ്സ് ഡാൽട്ടൺ ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഗിബ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് എന്ത് ഈ ഹി ജസ്റ്റ് ലൈക്ക് മോഡിഫൈ ദ ഡാൽട്ടൺ ലോ. ഡാൽട്ടൺ ലോൻ്റെ കേസിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ എന്താ പ്രഷറിന് മാത്രമാണോ, പ്രഷറുണ്ട്, ഇവിടെയല്ലേ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ഇവിടെ എന്താ എൻതാൽപ്പി ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. നമ്മളൊരു ഗ്യാസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും, എൻട്രോപ്പി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ ഡാൽട്ടൺസ് ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹി അക്കൗണ്ട്സ് ഓൺലി അബൌട്ട് ദ പ്രഷർ അല്ലേ. സോ ഹിയർ
Gibbs formulated, okay, reformulate the Dalton law of partial pressure is reformulated by Gibbs, okay. And എന്താ ഞാൻ പറഞ്ഞ പോലെ എന്താ പാർഷ്യൽ പ്രഷറിനെ പറ്റി മാത്രമേ എന്ത് പറയുന്നുള്ളൂ, ഡാൽട്ടൺ ലോ പറയുന്നുള്ളൂ. സോ ഹിയർ he added the terms enthalpy, entropy and internal energy. Okay, so he stated that the total internal energy, total enthalpy and total entropy of a gaseous mixture are equal to the sum of the internal energy, total enthalpy and total entropy of the constituent. അല്ലേ, എന്താണ് അവിടെ ഉണ്ടാകുന്ന അല്ലേ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മസ്റ്റ് ബി ദ സം ഓഫ് ദി അല്ലേ, രണ്ട് ഗ്യാസ് ഉണ്ടെങ്കിൽ എന്താണ് ആ ഗ്യാസ് ബീൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് സമ്മ് ഈക്വൽ ആയിരിക്കണം, അതാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ മാസം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ എം യു ഈക്വൽ ടു എം യു പ്ലസ് ആ ഒരു കാര്യങ്ങളാണ് സെയിം ആയിട്ട് പറയുന്ന സമയത്ത് അല്ലേ ഇവിടെ എന്താണ് ഇൻറ്റേർണൽ എനർജീൻ്റെ കേസ് പറയുന്ന എന്താണ് ടോട്ടൽ അല്ലേ, ടോട്ടൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ എന്താണ് സമ്മായിരിക്കും എന്ത് അല്ലേ, എന്താണ് ആ ഓരോ ഇൻഡിവിജ്വൽ അല്ലേ, ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എങ്കിൽ എന്താണ് ഇറ്റ് മസ്റ്റ് ബി ദി സം ഓഫ് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ സം ഓഫ് ദി ഇൻറ്റേർണൽ എനർജീസ് ഓഫ് ദി ഈച്ച് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്, അതാണ് പറയുന്നത്. സിമിലർലി എൻതാൽപ്പിൻ്റെ കേസിലും അങ്ങനെ തന്നെ പറയുന്നത്, എൻട്രോപ്പിൻ്റെ കേസിലും അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഷറിൻ്റെ കേസ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. സിമിലർലി ഇവിടെ പറയുന്നത് എന്താ, ടോട്ടൽ ഇൻറ്റേർണൽ എനർജിൻ്റെ കേസ് പറയുന്നു, എൻതാൽപ്പിൻ്റെ കേസ് പറയുന്നു, എൻട്രോപ്പിൻ്റെ കേസ് പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു വോളിമെട്രിക് അനാലിസിസ്. ഓക്കെ, സോ ഹിയർ വി എന്താ നമ്മൾ ചെയ്യുന്നത്, അനാലിസിസ് ഓഫ് ദ മിക്സ്ചർ ബൈ ദ വോളിയം. നമ്മൾ എന്താണ് പർട്ടിക്കുലർ വോളിയത്തിന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാണ്, നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസിന് അല്ലെങ്കിൽ എന്താണ് നമ്മളതിനെ അനാലിസ് ചെയ്യണം. ഓക്കെ, സോ കൺസിഡർ വോളിയം ഓഫ് വി ഓഫ് ഗ്യാസ് മിക്സ്ചർ അറ്റ് എ ടെമ്പറേച്ചർ ടി. ഓക്കെ, അപ്പം ഇവിടെ എന്തുണ്ട്, മൂന്ന് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താ മൂന്ന് ടൈപ്സ് ഗ്യാസ് ഉണ്ട്, എ ബി സി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ എന്താണ് ഇവിടെ നമ്മൾ ഓരോ പെർട്ടിക്കുലർ പ്രഷറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ കംപ്രസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ ആൻഡ് ലെറ്റ് ദ ടെമ്പറേച്ചർ ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ എന്താണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. ഓക്കെ, സോ ദെൻ ദ പാർഷ്യൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വിൽ ബി വി എ വി ബി വി സി അല്ലേ. അതിന് മുന്നേ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ടോട്ടൽ വോളിയത്തിൻ്റെ കേസിലാണ്. ഇവിടെ നമ്മൾ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യാണ്. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ നമ്മൾ എന്താ കംപ്രസ് ചെയ്തിട്ട് നമ്മളതിനെ നോക്കുകയാണ്. ഇവിടെ നമ്മൾ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യാണ്. ഇവിടെ എന്താണ് നമ്മൾ അസ്യൂമിങ് ദാറ്റ് ഈച്ച് കോൺസ്റ്റന്റ് ഈസ് കംപ്രസ്ഡ് ടു എ പ്രഷർ പി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ പി എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ നമ്മൾ എന്താ ടോട്ടൽ വോളിയത്തിൻ്റെ നമ്മൾ എന്താണ് അത് അതേപോലെ തന്നെ വെച്ചിട്ടാണ് ബാക്കിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് അല്ലേ, ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം, ബീക്കറിനെ എ എന്ന് വിളിച്ചിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടെയ്നറിനെ നമുക്ക് എന്താ ബീക്കറല്ല കണ്ടെയ്നർ നമുക്ക് ബി എന്ന് വിളിക്കാം. സോ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന സമയത്ത് ഇതാ എ and this is equal to ബി അല്ലേ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ, ഇവിടെ നമ്മൾ ടോട്ടൽ വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ, ടോട്ടൽ വോളിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പി ബി ഈക്വൽ ടു എം ആർ ടി എന്നുള്ളത് നമുക്ക് എന്താണ് എം എ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ എന്താണ് മാസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ പി എ ഇൻറ്റു വി അല്ലേ, ടോട്ടൽ വി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ ആർ എ ഇൻറ്റു ടി അല്ലേ, ഈ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ. ഇനി ഇവിടത്തേക്ക് വരുന്ന സമയത്ത് എന്താ ഇവിടെ എന്താ നമ്മൾ പ്രഷറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പ്രഷറിലേക്ക് നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ സിമിലർലി എം എ ഈക്വൽ ടു അല്ലേ വിൽ ബി ഈക്വൽ ടു പി വി എ അല്ലേ, ഇവിടെ എന്താണ് വോളിയത്തിൽ അല്ലേ പി എ വി എ, നമ്മളിവിടെ ടോട്ടൽ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, വി എ ഡിവൈഡ് ബൈ ആർ എ ഇൻറ്റു ടി അല്ലേ, ഇങ്ങനെ കിട്ടി. ഓക്കെ, നമ്മൾ ഇത് രണ്ടും എന്താണ് ആ ഒരു പർട്ടിക്കുലർ സെയിം എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വി ക്യാൻ ഇക്വേറ്റ് ബോത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫൈനൽ ആൻസർ ആർ ഐ ടിയും എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, വി വിൽ ഗെറ്റ് ആൻ ആൻസർ വി എ അല്ലേ, വോളിയം ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എ അല്ലേ, വി എ ഈക്വൽ ടു പി എ വി ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ പ്രഷർ അല്ല ടോട്ടൽ പ്രഷർ. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, വി എ ഈക്വൽ ടു പി എ വി ഡിവൈഡ് ബൈ പി. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റൻ്റ് വിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്തും നമുക്ക് എന്ത് കിട്ടും,
നമുക്ക് എന്താ കിട്ടുക? പി ബി വി ഡിവൈഡ് ബൈ പി ആണ് കിട്ടുക അല്ലേ. നമ്മൾ ആ രണ്ട് കോൺസ്റ്റൻറ്റും കിട്ടും. അപ്പോൾ നമുക്ക് ജനറലി നമുക്കൊരു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഒരു 10L ഉണ്ടെങ്കിൽ നമുക്കെന്താ, അല്ലെങ്കിൽ കുറേ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നറിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറലി വി ക്യാൻ റൈറ്റ് വി ഐ ഈക്വൽ ടു പി ഐ ഡിവൈഡ് ബൈ പി ഇൻറ്റു വി അല്ലേ. നമുക്കെന്താണ് ഇത് ആ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ മാറ്റി. നമ്മളൊരു ടോട്ടൽ സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താ, വി വിൽ സം ചെയ്യല്ലേ. സോ വി വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്: സിഗ്മ വി ഐ ഈക്വൽ ടു വി ബൈ പി സിഗ്മ പി ഐ അല്ലേ, ഇങ്ങനെ കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ആ പാർഷ്യൽ പ്രഷറിൻ്റെ കണ്ടീഷൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പക്ഷേങ്കിൽ നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ ഡാൾട്ടൺ ലോയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അല്ലേ, പാർഷ്യൽ പ്രഷർ അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ പ്രഷർ ഓഫ് ദ മിക്സ്ചർ അല്ലേ. അതെന്താണ്, നമ്മളെന്താ സിഗ്മ പി ഐ ഈക്വൽ ടു പി ആണ് അല്ലേ, പി ഈക്വൽ ടു പി എ പ്ലസ് പി ബി പ്ലസ് സി പി സി അങ്ങനെയാണ് അല്ലേ നമ്മൾ പറയുന്നത്. സോ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് പി അല്ലേ, സിഗ്മ പി ഐ ഈക്വൽ ടു പി എന്നുള്ളത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഓക്കെ, സിഗ്മ വി ഐ ഈക്വൽ ടു വി ബൈ പി ഇൻറ്റു പി അല്ലേ, ടോട്ടൽ പ്രഷർ. അപ്പോൾ എന്താണ്, ഇതും എന്താണ് ടോട്ടൽ പ്രഷറാണ് അല്ലേ. ദെൻ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് ഇൻ സിഗ്മ വി ഐ ഈക്വൽ ടു വി. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനാണ് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് അവഗാഡ്സ് ലോ ഓഫ് അഡിറ്റീവ് വോളിയൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ സിമിലർലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. ഇത് നമ്മളുടെ പ്രഷറിൻ്റെ കേസിലും നമ്മൾ എൻതാൽപ്പിൻ്റെ കേസിലും നമ്മൾ എൻട്രോപ്പിൻ്റെ കേസിലും ഒക്കെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. ദ വോളിയൂം ഓഫ് എ മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ വോളിയൂം ഓഫ് ദ ഈച്ച് ഗ്യാസ് ഓക്യുപ്പൈഡ് ഇഫ് ഇറ്റ് എക്സിറ്റ് അലോൺ അറ്റ് എ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലേ. ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും നിൽക്കുന്നത് അല്ലേ ഓക്യുപ്പൈ ചെയ്യുന്നതാണെങ്കിൽ എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് ദ മിക്സ്ചർ ഈസ് ഈക്വൽ ടു ദി പാർഷ്യൽ വോളിയം ഓഫ് ദി ഈച്ച് ഗ്യാസസ്, അതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്തായിരുന്നു, നമുക്ക് അവഗാഡോ ലോസ് ഓർമ്മയുണ്ടോ? അവഗാഡോ ലോസ് സ്റ്റേറ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദി ഗ്യാസ് അറ്റ് ദാറ്റ് ഗിവൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ. അതുപോലെ തന്നെ അപ്പം നമുക്ക് എന്താണ് ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെയുള്ള ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വോളിയത്തിന് എന്താണ് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമിലർലി വി ക്യാൻ റൈറ്റ് ഓർ കൺസിഡർ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ എ വെസൽ മസ്റ്റ് ബി ഈക്വൽ ടു ദി സം ഓഫ് ദി മോൾസ് ഓഫ് ദി ഇൻഡിവിജ്വൽ അല്ലേ. എന്താണ് ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ മോൾസ് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ മോൾസിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് അല്ലേ. ഇവിടെ എന്താണ്, ഒരു ഗ്യാസ് എ ആണെങ്കിൽ എന്താണ് 1 മോൾ ആണെങ്കിൽ, ഗ്യാസ് ബി എന്താണ് 4 ആണെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും 5 ആയിരിക്കും അല്ലേ. സിമിലർലി അത് തന്നെയാണ് ഈ ഇവിടെയും പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു ഈ കുറച്ച് ഫോർമുലാസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കണം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. സോ വി സ്റ്റാർട്ട് വിത്ത് മാസ് ഫ്രാക്ഷൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ്, വളരെ സിമ്പിളാണ്. ഇതിനെ വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, താങ്ക് യു.